ഹോട്ടൽ കമലവിലാസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കോഴിക്കോട് നടക്കാവ് കഴിഞ്ഞ് ഇംഗ്ലീഷ് പള്ളിയാണ് ഈ ഹോട്ടൽ വരുന്നത്. പണ്ട് മുതലേ കോഴിക്കോടുള്ള ഒരു ഹോട്ടലാണ്. അപ്പം സ്ഥിരമായി കോഴിക്കോടുകാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ നടക്കാവ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഹോട്ടൽ എന്നും കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡൊക്കെ കുറേ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചതായിരുന്നു, പക്ഷേ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നായിരുന്നു ഇവിടെ പോവാം. നമ്മൾ സ്ഥിരമായി വലിയ വലിയ ഹോട്ടലിൽ പോയിട്ട് ഈ നാടൻ ഹോട്ടലിലെ ഫുഡിന് വേറൊരു ടേസ്റ്റാണ്. അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പൊറോട്ടയും 2 പൊരിച്ച പത്തിരിയും പിന്നെ ഒരു മീൻ കറിയും ഒരു ബീഫിൻ്റെ ഒരു ഫ്രൈ, ഒരു സെമി ഗ്രേവി ഒരു ബീഫുമാണ് ഓർഡർ ചെയ്തിരുന്നത്. അതല്ലാതെ അവിടെ നൂൽപുട്ട്, വെള്ളയപ്പം, മുട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പഴംപൊരിയും ബീഫും ഒക്കെ നല്ല കോമ്പിനേഷനാണല്ലോ. പക്ഷേ ഈ പത്തിരി വേറൊരു ഫീലാണ് ഈ മീൻ കറീൻ്റെയും ബീഫിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മീനിന് അവരെന്തോ ഒരു പേര് പറഞ്ഞു. അയലക്കറിയും ഉണ്ടായിരുന്നു, ഈ മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീനിൻ്റെ പേര് കേൾക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് ട്രൈ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഈ മീൻ വാങ്ങി. എന്തോ ഒരു പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നല്ല മീനായിരുന്നു. അതായത് ഒരു പൊടിയുള്ള ടൈപ്പ് മീനില്ലേ, ഒരു നമ്മുടെ കോരയൊക്കെ കഴിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു മീൻ കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല പൊടിയുള്ള ടൈപ്പ് മീൻ. പിന്നെ ബീഫും നല്ല സോഫ്റ്റ് ബീഫായിരുന്നു. അതെടുത്ത് കയ്യിൽ വയ്ക്കുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകുന്ന ടൈപ്പില്ലേ, അത് അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ബീഫാണ്. അത് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്കും കറി പാർസൽ ചെയ്തു. വെച്ചാൽ രാവിലെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ചായ മസ്റ്റാണല്ലോ, ഒരു കട്ടൻ ചായയും ഒരു പാൽ ചായയും കൂടെ പറഞ്ഞു. നല്ല മീനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ കറിയും പൊറോട്ടയൊക്കെ അടിപൊളിയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വണ്ടിയൊക്കെ പോകുന്നു. ഒരു നാടൻ ആംബിയൻസ്. കുറേ ആൾക്കാർ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞുകൊണ്ട് കുറേ ഐറ്റംസൊക്കെ തീർന്നു. നമ്മളും ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. പിന്നെ അവർ ഫ്രീ ആയിട്ട് 2 നാരങ്ങ മുട്ടായും തന്നു. നൊസ്റ്റാൾജി.